യെസ്, അനീഷിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ലിസി എബ്രഹാം ചേരുന്നു. തിരുവമ്പാടി പഞ്ചായത്ത് അംഗമാണ്. ശ്രീമതി ലിസി എബ്രഹാം, വലിയൊരു അപകടമാണ്. ആ ദൃശ്യങ്ങൾ വളരെ ഭയപ്പെടുത്തുന്നതാണ്. താങ്കൾ ആ സംഭവ സ്ഥലത്താണോ ഇപ്പോൾ ഉള്ളത്? ആ ബസ് ഉയർത്താനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത് മാഡം? ബസ് ഉയർത്താൻ യാത്രക്കാരും ഇല്ല എന്നാണ് അറിയുന്നത്. ബാക്കിയുള്ള ആളുകളെയൊക്കെ KMCT, ഓമശ്ശേരി മെഡിക്കൽ കോളേജ്, തിരുവമ്പാടി ലിസ ഹോസ്പിറ്റൽ എന്നിവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതില് ഒരു കണ്ടപ്പഞ്ചാലുകാരിയായിട്ടുള്ള ഒരു സ്ത്രീ മരിച്ചു എന്നാണ് അറിയാൻ പറ്റിയത്. അവരുടെ പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പോ ബസ് ഉയർത്തിയിട്ടുണ്ട്. ബസ് പൂർണ്ണമായും ഉയർത്തിയല്ലേ മാഡം? അതിന്റെ ഉള്ളിൽ ആരുമില്ല. ഈ ബസ്സിൽ പറഞ്ഞോളൂ. ആരും ബസ്സിനുള്ളിൽ ആരും ഇല്ല എന്ന് ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്നാലും ഇനി കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. മുൻവശം ആണ്, അതായത് ബസിന്റെ KSRTC ബസിന്റെ മുൻവശമാണ് പുഴയിലേക്ക് കൂപ്പ് കുത്തി കിടക്കുന്നത്, മുഖം കുത്തിയാണ് കിടക്കുന്നത്. അപ്പോ ഡ്രൈവർക്കൊക്കെ എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. പരിക്ക് എത്രത്തോളമാണ് എന്ന് അറിയണമെങ്കിൽ ഇനി ഹോസ്പിറ്റലിൽ വരും. ഞങ്ങൾ അതിനായിട്ടുള്ള തിരുവമ്പാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും മാഡം, ഒരു കാര്യം, അതായത് ഇപ്പോൾ ഈ ബസ് പൂർണ്ണമായി ഉയർത്തി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബസ്സിൽ ആരുമില്ല എന്നുള്ള ആശ്വാസകരമായ വിവരം പുറത്തു വരുന്നു. ഈ ബസ് കൂപ്പുകുത്തിയ ഭാഗത്ത്, അതായത് പുഴയുടെ ആ ഭാഗത്തൊക്കെ പരിശോധന നടക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഉണ്ട്. നാട്ടുകാർ മുഴുവനും ഇവിടെ കൂടിയിട്ടുണ്ട്. ഒരു വലിയ സംഘം തന്നെ പുഴയിലുണ്ട്. അവരൊക്കെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുഴയിലേക്ക് വീണിട്ടുള്ള ആൾക്കാരെയും ഒരു പരിധി വരെ ആദ്യം തന്നെ പുറത്തെടുത്തിരുന്നു. പിന്നെ ബസ് ഉയർത്തി നോക്കിയെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ആളുകൾ ഉണ്ടോ, അവശേഷിക്കുന്നുണ്ടോ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ നടന്നത്. മാഡം, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ തിരുവമ്പാടി ലിസ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അവിടെ ചെന്ന് നോക്കിയിട്ട് അവിടുന്ന് പിന്നെ ആളുകളെ നോക്കിയിട്ട് വേണം KMCT, ഓമശ്ശേരി ഒക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട്. ഈ ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിച്ചത് എന്താണ്? അവിടുത്തെ ആളുകൾ എല്ലാവരും സുരക്ഷിതരാണല്ലോ അല്ലേ? സുരക്ഷിതരാണ്. അവർക്ക് പരിക്ക് അത്യാവശ്യം നല്ല പരിക്കുകൾ കുറച്ചധികം പേർക്ക് ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. എത്രത്തോളം അവരുടെ പരിക്കുകൾ ഗുരുതരമാണ് എന്ന് അറിയണമെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തണം. തീർച്ചയായും ഒരു 3 പേർക്ക് അതിൽ കുറച്ചു കാഷ്വാലിറ്റി ആണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അതെ, അങ്ങനെ തന്നെയാണ് നമ്മളും അറിഞ്ഞത്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. കൃത്യമായ രക്ഷാപ്രവർത്തനം നടന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലേ മാം? തീർച്ചയായും ആ സമയം തന്നെ ഇവിടെ നാട്ടുകാരും വണ്ടിയിൽ വന്ന ആൾക്കാരും വിവരം പറഞ്ഞ പുല്ലുരാമ്പാറ അങ്ങാടി തൊട്ട് സമീപത്തായതുകൊണ്ട് തന്നെ പുല്ലുരാമ്പാറ അങ്ങാടിയിൽ നിന്നുള്ള ആളുകൾ മുഴുവൻ എത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അതോടൊപ്പം തന്നെ തിരുവമ്പാടിയിൽ നിന്നും പിന്നെ ആംബുലൻസും പിന്നെ നമ്മുടെ ട്രെയിനും ഒക്കെ ആയിട്ട് വന്ന്, പിന്നെ ഇവിടെ റോഡ് ഊരകൽ ലേബർ സൊസൈറ്റിയുടെ റോഡ് പണിക്കാരുണ്ടായിരുന്നു. എല്ലാവരും കൂടി വിപുലമായിട്ടൊരു സംഘം, എല്ലാ ആളുകളും തിരുവമ്പാടി, പുല്ലുരാമ്പാറ, ആണിക്കാമ്പൽ മുതൽ തുടങ്ങിയ എല്ലാ ടൗണുകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരിൽ അവരെല്ലാവരും ഉൾപ്പെടും. ശ്രീമതി ലിസി, എനിക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊരു വിജനമായ പ്രദേശമാണ്, ഒരു ഉൾപ്രദേശമാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയായിരുന്നു? അതായത് കൃത്യമായി രക്ഷാപ്രവർത്തകർക്ക് വളരെ വേഗത്തിൽ എത്താൻ സാധിച്ചൊരു പ്രദേശത്താണോ ഈ അപകടം നടന്നത്? ഉൾപ്രദേശം ഒന്നുമല്ല, റോഡ് സൈഡ് തന്നെയാണ്. ശരി. ഏറ്റവും ഒരു 100 മീറ്റർ, ഒരു 200 മീറ്റർ പോലും ഇല്ല. കഷ്ടി ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഈ അപകടം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് മുഴുവനും, എവിടെയൊക്കെ നിറയെ ജനങ്ങളുള്ള സ്ഥലമാണ്. അപ്പൊ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാര് കൃത്യമായിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും ബാക്കി എല്ലാവരും ഉൾപ്രദേശമല്ല. പുല്ലുരാമ്പാറ എന്ന് പറയുന്നത് ഒരിക്കലും ഉൾപ്രദേശത്തിലുള്ള സ്ഥലമല്ല. ആനക്കാമ്പയിൽ എന്ന് പറയുന്നത് ഒരു മലയോര മേഖലയാണ്. തിരുവമ്പാടി കഴിഞ്ഞാൽ പുല്ലുരാമ്പാറയാണ് ടൗണ്. അവിടെയുള്ള ഉൾപ്രദേശം ഒന്നുമല്ല, മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയുള്ള പാലായിരുന്നു. കൈവരി ഇല്ലാതെ നിൽക്കുന്നതായിരുന്നു. പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി റോഡ് പണിയുന്നതിന്റെ ഭാഗമായിട്ട് പൊളിക്കാൻ വേണ്ടി മുൻകൂട്ടി വെച്ചിരുന്ന ഒരു പാലമായിരുന്നു ഇത്. റോഡ് അതായത് ആനക്കാമ്പൽ മറിപ്പുഴ റോഡിന്റെ പിന്നെ റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പം പാലം പൊളിക്കാൻ പറ്റില്ലല്ലോ, ഇപ്പം മഴയായതുകൊണ്ട്. അതുകൊണ്ട് വെയിലാകുമ്പോഴേക്കും വഴി തിരിച്ചു വിട്ടിട്ട് പിന്നെ പൊളിക്കാൻ പാലമാണിത്. കാലപ്പഴക്കമുള്ള പാലമാണ്. ശരി, ഓക്കെ. എന്തായാലും അതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാമല്ലേ? പക്ഷെ നമുക്കത് ഈ ഘട്ടത്തിൽ ഒന്നും പറയാൻ സാധിക്കുന്ന സാഹചര്യമല്ല.
ഓക്കെ 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 അതെ 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 അതെ. ശരി, എന്തായാലും വളരെ നന്ദി ശ്രീമതി ലിസി എബ്രഹാം ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഞങ്ങൾ മാഡത്തിനെ ഇനിയും ബന്ധപ്പെടാം. എന്തായാലും ആശുപത്രിയിലേക്ക് എത്തിക്കോളൂ, അവിടുത്തെ വിവരങ്ങൾ ഞങ്ങളെയും അറിയിക്കുക. വളരെ നന്ദി. MS അനീഷ് കുമാർ തുടരുന്നു വിവരങ്ങൾ. അനീഷ്, ബസ് എന്തായാലും പൂർണ്ണമായി ഉയർത്തിയെന്നാണ് പഞ്ചായത്ത് അംഗം ശ്രീമതി ലിസി നമ്മളോട് പ്രതികരിച്ചത്.